ഇന്നത്തെ പത്രമാധ്യമങ്ങൾ വന്നൊരു വാർത്ത, ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് നമ്മുടെ ഭാട്ടിയ എന്ന് പറയുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. പക്ഷേ അതിൽ കാണുന്ന സീല് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു വിശദീകരണം നമ്മുടെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയിട്ടുണ്ട്. അത് ഈ കത്ത് ഭാരതീയ ജനതാ പാർട്ടി നൽകിയിട്ടുള്ളതാണ് എന്നാണ്. ആ കത്ത് നമുക്ക് കാണാവുന്നതാണ്. അതിൽ ഭാരതീയ ജനതാ പാർട്ടി നൽകിയ കത്തല്ല, അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സർക്കുലറാണ്. അപ്പോൾ ഈ കത്തിൽ എങ്ങനെയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീല് വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പെല്ലാം നടത്തേണ്ട ചുമതലയുള്ള സ്ഥാപനമാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി ധാരാളം ആരോപണങ്ങൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ, ഇപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികൾ മുഴുവൻ ഭരണകക്ഷിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള തരത്തിലുള്ള ധാരാളം ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു ആരോപണത്തിനും ഇതുവരെയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കർണാടകയിൽ വലിയ തോതിൽ വോട്ട് മാനിപ്പുലേഷൻ നടന്നുവെന്ന് ഉള്ള ആരോപണമുണ്ട്. ഒരു വീട്ടിൽ 150 വോട്ട്, അതുപോലെ തന്നെ പലർക്കും അഡ്രസ് ഇല്ല, ഇതുപോലെ ഒരു വ്യക്തിക്ക് തന്നെ അനേകം സംസ്ഥാനങ്ങളിൽ വോട്ട്. ഇത്തരം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ രേഖകൾ വെച്ചുകൊണ്ട് ദേശീയ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്ക് ഇതുവരെയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ആന്ധ്രയിലെ തിരഞ്ഞെടുപ്പിൽ ആളുകളെല്ലാം വോട്ട് ചെയ്തിരിക്കുന്നത് രാത്രി 11 മണിക്കും 2 മണിക്കും ഇടയിലാണ് വലിയ തോതിൽ അവിടെ പോളിംഗ് നടന്നിരിക്കുന്നത് എന്നാണ് രേഖകൾ കാണിക്കുന്നതെന്ന് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാന സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ നിലവിൽ ഉള്ള കേന്ദ്രമന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവുമായിട്ടുള്ള ഡോക്ടർ പരകാല പ്രഭാകർ ആരോപണം ഉന്നയിച്ചു. അതിനും ഇതുവരെയായിട്ട് ഒരു മറുപടിയും നൽകിയിട്ടില്ല. അപ്പോൾ ഈ ബീഹാറിലെ ഇലക്ഷനെക്കുറിച്ചും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വോട്ടുകൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ വന്നിരുന്നു. അതനുസരിച്ചിട്ട് ഇപ്പോൾ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ജ്ഞാനേഷ് കുമാർ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാനും പോവുകയാണ്. അപ്പോൾ വസ്തുതകൾ ഇതായിരിക്കെ ഇപ്പോൾ അതുപോലെ തന്നെ ധാരാളം ആരോപണങ്ങൾ ഇപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അരിവാൾ ചുറ്റിയേക്കാണ് വോട്ട് ചെയ്തത്, പക്ഷേ വോട്ട് തെളിഞ്ഞത് താമരക്കാണ്. അതുപോലെ ഞാൻ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു, താമരക്ക് വോട്ട് തെളിഞ്ഞു എന്നൊക്കെ ധാരാളം വോട്ടർമാർ പരാതിപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ സൂക്ഷിച്ചു വെക്കേണ്ട രേഖകളെല്ലാം തന്നെ 2 ആഴ്ചക്കകത്ത് നശിപ്പിച്ച് കളയുന്ന ഒരു തീരുമാനവും കമ്മീഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ഭരണഘടനാ സ്ഥാപനം നിഷ്പക്ഷമായല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന രീതിയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു സംഭവം കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ വിജിലൻസുകാരൊക്കെ പോലീസുകാരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കക്ഷികൾക്ക് മാർക്ക് ചെയ്ത നോട്ടുകൾ നൽകും. മാർക്ക് ചെയ്ത നോട്ടുകൾ നൽകും. ഇത് എന്ന് ആ ഉദ്യോഗസ്ഥന് കൊടുക്കും. അത് അയാൾ കൈയോടെ വാങ്ങും. ഉടനെ തന്നെ വിജിലൻസ് പിടിക്കുകയും ചെയ്യും. അതുപോലെ ഈ BJPയുടെ പ്രത്യേക നിർദ്ദേശമുള്ള വല്ല കാര്യങ്ങളിലുമാണോ ഈ സീല് പതിപ്പിച്ച് കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സംശയിച്ചാൽ, ആ കാര്യങ്ങൾ സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ല എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകിയ അതിൻ്റെ സെക്രട്ടറി ഒപ്പിട്ട് നൽകിയ കത്തിലാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീല് കിടക്കുന്നത്. ഇപ്പോൾ
AK സെൻറ്ററിൽ നിന്ന് ഗോവിന്ദൻ മാഷ് ഒരു കത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പും CPM-ൻ്റെ സീലും ഉണ്ടാവും. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു കത്ത് കൊടുക്കുമ്പോൾ അതിലും കാണും, സണ്ണി ജോസഫിൻ്റെ ഒപ്പം കാണും, അതുപോലെ തന്നെ സീലും കാണും. അതുപോലത്തെ MN സ്മാരകത്തിൽ നിന്ന് ബിനോയ് വിശ്വം ഒരു കത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പും അതുപോലെ തന്നെ CPIയുടെ സീലും കാണും. പക്ഷേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സെക്രട്ടറി ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പും ഭാരതീയ ജനതാ പാർട്ടിയുടെ സീലും എങ്ങനെ വന്നു എന്ന് വ്യക്തമായി കൃത്യമായും അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് BJP നൽകിയ കത്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് BJP നൽകിയ കത്തല്ല, ആ കത്ത് കാണാവുന്നതാണ്. അതിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള കത്താണ്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ ഒരു സീൽ അതിൽ വന്നു എന്നുള്ളത് തെളിയിക്കാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും.